കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിലാണ് ഇത്തരമൊരു ആനയടഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. നമ്മളിപ്പോൾ ആ സ്ഥലത്താണുള്ളത്. രാത്രി ഏകദേശം 1 മണിയായി. ആനയെ ഇപ്പോൾ എന്തായാലും താൽക്കാലികമായി നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആനയെ തളച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ഉണ്ട്, ആ സെക്രട്ടറി നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും സത്യത്തിൽ സംഭവിച്ചത് ഇത് ക്ഷേത്ര ഉത്സവം കഴിഞ്ഞു തളക്കാൻ പോയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. ആന വരണ്ടോടുകയാണ് ഉണ്ടായത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറം വരെ ഓടിയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. ബൈക്കുകളും കാറും ഓട്ടോറിക്ഷയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു 10 കൂടുതലുണ്ടാവും. വേറെ മതിലുകൾക്കോ അത് ആദ്യം നമ്മൾ അങ്ങനെയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അതിപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് അതെ വേറെ ആളുകൾക്കൊന്നും പരിക്കുണ്ടായില്ല. ഇല്ല ഉണ്ടായിട്ടില്ല. അതെ ആളപായമില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ വാഹനങ്ങളുടെ കേടുപാടൊക്കെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു. അതെ തീർച്ചയായിട്ടും. എന്തായിരുന്നു അത് 9:30 മണി മുതൽ ആനയെ എഴുന്നള്ളിപ്പിന് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ്. 9:30-ക്ക് 11 മണിക്ക് 10 മണി 10:45 1.5 മണിക്കൂറേ ഉണ്ടായിട്ടു എഴുന്നള്ളത്ത്. അത് കഴിഞ്ഞു ബിംബം താഴെ ഇറക്കി നൃത്തം അങ്ങകത്ത് തുടങ്ങി. ആനയെ സാധാരണ തളക്കുന്ന കാട്ടിലേക്ക് കൊണ്ടുവരാൻ, വടക്കേ കാട്ടിൽ തളക്കുക. അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഉത്സവത്തിൻ്റെ പുറകിലാണ്. പിന്നെ ആനയെ പാപ്പന്മാരും കൊണ്ടുപോകുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ആന ഓടുന്നത്. രണ്ടാമത്തെ ആന ഇവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു ഭാഗത്ത് നല്ല തിരക്കുള്ള 8 മണി സമയത്തൊക്കെ ഇവിടെ ആളുകൾ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ ഭയങ്കരമായ ആളുണ്ടാവും. അത് പക്ഷേ ഉത്സവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അങ്ങോട്ടേക്ക് ആ ആളുകൾ ശ്രദ്ധ അങ്ങോട്ടേക്ക്. രണ്ടാമത്തെ ആനയെ സുരക്ഷിതമായി മാറ്റി അമ്പലത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി തളച്ചു. ആ സമയത്ത് തന്നെ മാറ്റി. അപ്പോൾ ഇത് വഴിയിലുള്ള 3 കാറുകളും ബൈക്കുകളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ റോഡിലെ കൂടി നേരെ ഓടിയ സമയത്ത് പിന്നെ പാപ്പന്മാരും ആൾക്കാരും പുറകെ ഓടി. മറ്റേ അക്രമങ്ങളൊന്നും വഴിയിലൊന്നും ആന കാണിച്ചിട്ടില്ല. മതപ്പാടാണെന്ന് പറയാനില്ല, എന്തോ വരണ്ടോടിയതാണെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ ക്ഷേത്ര മതിലിനോ യാതൊരു കേടുപാടുമില്ല. വാഹനങ്ങൾക്ക് 10ഓളം വാഹനങ്ങൾ അതെ 10 താഴെ. ഇപ്പോൾ അഴീക്കോട് MLA KV സുമേഷ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആളുകളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വാർത്ത കണ്ടിട്ടാണ്, അല്ല ഈ പ്രചരണം എന്നെയും കുറേ ആൾ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇവിടെ ഇത് തകർത്തു, മതിൽ തകർത്തു, ഇത് തകർത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറുവാക്കര സ്കൂളിനടുത്ത് ഇപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എലഫൻറ്റ് സ്ക്വാഡ് വരണം, റേഞ്ചർ ഓഫീസർ ഇവിടെ ഉണ്ട്, ഡോക്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ എലഫൻറ്റ് സ്ക്വാഡ് വരണം, മറ്റേ ACPയും സംഘമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ ഭാഗം ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഭാരവാഹികൾ പറഞ്ഞ പോലെ ഈ വാഹനങ്ങൾ തകർത്ത് നേരെ സ്ട്രീറ്റിൽ ഓടി അങ്ങോട്ട് പോവുമായിരുന്നു. റോഡിൻ്റെ വഴി തന്നെ പോവുമായിരുന്നു. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആന ഉത്സവം കഴിഞ്ഞ് കൊണ്ടുപോയി തളയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുമാണ് മനസ്സിലാകുന്നത്. ഭാഗ്യവശാൽ അർജുൻ പറഞ്ഞ പോലെ ആളുകൾക്കൊന്നും പിന്നെ പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. മറ്റു കാര്യങ്ങൾ ഓഫീസർമാരും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്ന വാഹനം തകർത്തവരുടെ ആളുകളൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടി പറയുന്നുണ്ട്. അവരോടൊക്കെ വാഹനം പാർക്ക് ചെയ്തെടുക്കുന്ന. അതെ, സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആലോചിച്ചിട്ട് ഇവർ ആവശ്യമായ കാര്യങ്ങൾ നീങ്ങുമല്ലോ. അത് പാർക്കിംഗ് ഏരിയ വഴിയാണ് പുറത്തേക്ക് പോയത്. വാഹനം പാർക്ക് ചെയ്ത ഏരിയയിലെ കൂടിയാണ് ആന പുറത്തേക്ക് ഓടിയത്. അതുകൊണ്ടാണ്. എന്തായാലും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ആളപായം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. എന്തായാലും വാഹനങ്ങൾക്ക് 10-ൽ താഴെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആളപായമില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആർക്കും തന്നെ അപകടം സംഭവിച്ചിട്ടില്ല. പക്ഷേ വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അഖിലിനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.